മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. അങ്ങനെ ഈശ്വരൻ ചൊല്ലാം. പൂമക്കളാണ് ഹുസ്നുൽ ജമാൽ, പുന്നാരെ താളം മേഘന്റെ ബീവി. കാലിത്തൊഴുത്തിൽ പിറന്നൊരീശൻ, ഏഴയ്ക്കൂനാഥനാമേശുദേവൻ. മാവേലിപ്പാട്ടിന്റെ ഇണത്തിലാണ്. മഹാകവി അക്കിത്തവും MTയും ഒരു സ്കൂളിലാണ് പഠിച്ചത്, കുമരനെല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ. എൻ്റെ 2 മക്കളെ നിങ്ങൾ പോറ്റുന്നില്ലേ, അപ്പൊ നിങ്ങളുടെ മോൻ എൻ്റെ മോനും പാടെയല്ലേ? ആ നിമിഷത്തിലേതുപോലെ അത്രയും സുന്ദരിയായി അയാൾ ഒരിക്കലും ആ കുടുംബിനിയെ കണ്ടിട്ടില്ല എന്നുകൂടി ഉറൂബ് എഴുതുന്നു. മലയാള സാഹിത്യത്തിൽ മലബാറിന് സവിശേഷമായ ചരിത്രവും പാരമ്പര്യവും ഉണ്ട്. ചന്ദ്രഗിരി പുഴ തൊട്ട് ഭാരതപ്പുഴ വരെയുള്ള നദികളുടെ തീരങ്ങളിൽ തഴച്ചു വളർന്ന സാഹിത്യ പാരമ്പര്യങ്ങൾ മലയാള സാഹിത്യ ചരിത്രത്തിൻ്റെ ഒരു സവിശേഷ ധാരയാണ്. ഭാഷാപിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ജനിച്ചത് പഴയ മലബാറിൽ നിളയുടെ തീരത്താണ്. നിളയുടെ അസ്തമന തീരത്ത്, തിരൂർ പൊന്നാനി പുഴയുടെ കൂടി തീരത്ത് തുഞ്ചൻ പറമ്പിലാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ജനിച്ചത് എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. മലയാള ഭാഷയ്ക്ക് കയ്യും കണക്കും ഉണ്ടാക്കിയത് എഴുത്തച്ഛനാണ്. കുഞ്ഞുകുട്ടൻ തമ്പുരാൻ പറഞ്ഞതുപോലെ നമുക്ക് എഴുത്തച്ഛൻ എടുത്ത ഭാഷ കണക്കേ ശരണം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എഴുത്തച്ഛന് മുമ്പും മലയാള ഭാഷ ഉണ്ടായിരുന്നു. മലബാറിൽ തന്നെ കൃഷ്ണഗാഥയുണ്ടായി. ചെറുശ്ശേരി ഉത്തര മലബാറിലെ കവിയായിരുന്നു. ആജ്ഞയാ കോലഭൂപസ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. കോലാദിനാഥൻ ഉദയവർമ്മൻ ആജ്ഞ ചെയ്തതുകൊണ്ടാണ് താൻ കൃഷ്ണഗാഥ രചിച്ചത്. അപ്പോൾ കോലത്തിരി നാടുമായിട്ട് ബന്ധപ്പെട്ടാണ് ചെറുശ്ശേരിയുടെ ജീവിതചരിത്രം. കൃത്യമായിട്ട് എവിടെയാണ് ജനിച്ചത് എന്നതിന് ഇപ്പോഴും രേഖയില്ല. എന്നാൽ ചെറുശ്ശേരിയെ നമ്മൾ ഭാഷാപിതാവായിട്ട് കണക്കാക്കിയിട്ടില്ല. ഭാഷാപിതാവായിട്ട് നമ്മൾ കണ്ടത് എഴുത്തച്ഛനെയാണ്. എഴുത്തച്ഛനാണ് ഇതിഹാസങ്ങൾ പച്ച മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി തന്നത്. മഹാഭാരതവും രാമായണവും ഭാഗവതവും കൂടാതെ ഹരിനാമകീർത്തനം പോലുള്ള കൃതികൾ എഴുത്തച്ഛനിൽ തുടങ്ങുന്ന പാരമ്പര്യത്തിൻ്റെ ഭാഗമായി തന്നെ പൂന്താനത്തെയും കാണണം. പൂന്താനവും പഴയ മലബാറിൽ നിളയുടെ കൈവഴിയായ തൂതപ്പുഴയുടെ തീരത്ത് പട്ടിക്കാട്ട് ജനിച്ചു വളർന്നയാളാണ്. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിന് നാം വൃഥ എന്ന് ആ കാലത്ത് നമ്മെ ഓർമ്മപ്പെടുത്തിയ കവിയാണ്. സാമൂഹ്യ വിമർശകനായ ഭക്തകവിയായിരുന്നു. എഴുത്തച്ഛൻ്റെയും പൂന്താനത്തിൻ്റെയും കാലത്ത് തന്നെയാണ് ഭാരതത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു സംസ്കൃത കവി നിളാതീരത്ത് മലബാറിൽ ജീവിച്ചിരുന്നത്. അദ്ദേഹം മേൽപുത്തൂർ നാരായണ ഭട്ടതിരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാവ്യമാണ്, സംസ്കൃത കാവ്യമാണ് നാരായണീയം. അജ്ഞാത്വാ തേ മഹത്വം യദിഹ നിഗദിതം വിശ്വനാഥക്ഷമേധ സ്തോത്രം ചൈതൽ സഹസ്രോത്തരം അധികതരം ത്വൽപ്രസാദായ ഭൂയാത് ദ്വേധാ നാരായണീയം ശ്രുതിഷു ച ജനുഷാ സ്തുത്യതാ വർണ്ണനേന സ്ഫീതം ലീലാവതാരൈരിതമിഹ ഗുരുതാം ആയുരാരോഗ്യ സൗഖ്യം. കവിതയെ രോഗം മാറ്റാൻ ആയുരാരോഗ്യ സൗഖ്യത്തിന് പ്രയോജനപ്പെടുത്താം എന്ന് കണ്ടെത്തിയ ആദ്യത്തെ മഹാസംസ്കൃത കവിയാണ് മേൽപുത്തൂർ. അക്കാലത്ത് തന്നെ തൃക്കണ്ടൂർ അച്യുത പിഷാരടി, മാതൃദത്ത ഭട്ടതിരി, കേളല്ലൂർ സോമയാജിപ്പാട്, വടശ്ശേരിലത്ത പരമേശ്വരൻ തുടങ്ങി ജ്യോതിശാസ്ത്ര പണ്ഡിതന്മാരായ കുറേ ആളുകൾ മലബാറിൽ നിളാതീരത്ത് ജീവിച്ചിരുന്നിരുന്നു. കുഞ്ചൻ നമ്പ്യാരും പഴയ മലബാറിൻ്റെ ഭാഗമായ ലക്കിടിയിലാണ് ജനിച്ചത്. അവിടെ നിന്നാണ് അമ്പലപ്പുഴയ്ക്ക് പോകുന്നത്. അതുകൊണ്ട് മധ്യകാല കവിത രൂപപ്പെട്ടത് തന്നെ മലബാറിലാണെന്ന് വേണമെങ്കിൽ പറയാം. പിൽക്കാലത്ത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് വള്ളത്തോൾ നാരായണ മേനോൻ, വള്ളത്തോൾ ഗോപാലമേനോൻ, കുറ്റിപ്പുറത്ത് കേശവൻ നായർ, കുറ്റിപ്പുറത്ത് കിട്ടുണ്ണി നായർ, ഈ 4 കവികളും വള്ളത്തോൾ കളരിയുടെ ഭാഗമായിരുന്നു. ഒരു കാലത്ത് വള്ളത്തോൾ കളരിയിലെ ഈ കവികൾ കാവ്യസാധകം ചെയ്യുന്നത് കേട്ടാണ് വെട്ടത്ത് നാട്ടിൽ പുലർകാല വെട്ടം ഉണർന്നിരുന്നത് എന്ന് പറയാറുണ്ട്. ആ കാലത്ത് നാലപ്പാട്ട് നാരായണ മേനോൻ ഈ വള്ളത്തോളുമായിട്ട് അടുത്ത് ബന്ധം പുലർത്തിയ ആളാണ്. നാലപ്പാടിനൊരു സ്വന്തം കളരി ഉണ്ടായിരുന്നു. രതിസാമ്രാജ്യവും ആർഷജ്ഞാനവും പാവങ്ങളുടെ പരിഭാഷയും നമുക്ക് തന്ന
നാലപ്പാടൻ്റെ മരുമകളായിരുന്നു ബാലാമണിയമ്മ, മലയാളത്തിൻ്റെ മാതാവ്. ബാലാമണി അമ്മയുടെ മകളാണ് കമലാ സുരയ്യ എന്ന മാധവിക്കുട്ടി എന്ന കമലാദാസ്. അങ്ങനൊരു പാരമ്പര്യം മലബാറിൽ നിളയുടെ തീരത്ത് തന്നെ ഉണ്ട്. ഓരോരുത്തരെ കുറിച്ചും വിസ്തരിച്ച് പറയേണ്ടതാണ്. മധ്യകാല കവിത കഴിഞ്ഞാൽ ആധുനിക മലയാള സാഹിത്യം പുഷ്ടിപ്പെട്ടതും മലബാറിൽ നിളയുടെ തീരത്താണ്. ഇടശ്ശേരി ഗോവിന്ദൻ നായർ, എം ഗോവിന്ദൻ, ഉറൂബ് എന്ന PC കുട്ടിക്കൃഷ്ണൻ, കടവനാട് കുട്ടിക്കൃഷ്ണൻ, ആ ഒരു വലിയ തലമുറ പൊന്നാനി കളരിയുടെ ഭാഗമായിരുന്നു. ഇടശ്ശേരി നേതൃത്വം കൊടുത്തിരുന്ന പൊന്നാനി കളരി രാഷ്ട്രീയാതീതമായ ഒരു ഭാവുകത്വത്തിന് നേതൃത്വം കൊടുത്തു. വെളിച്ചം തൂകിടുന്നോളം പൂജാർഹം താൻ ഒരാശയം, അതിരുണ്ടഴൽ ചാറുമ്പോൾ പൊട്ടിയാടുക താൻ വരം. വെളിച്ചം തരുമ്പോഴേ ഏതാശയത്തെയും സ്വീകരിക്കേണ്ടതുള്ളൂ എന്നാണ് ഇടശ്ശേരി പഠിപ്പിച്ചത്. എം ഗോവിന്ദൻ റാഡിക്കൽ ഹ്യൂമനിസത്തിൻ്റെ നവമാനവികത പൊന്നാനിയിൽ വിശേഷിച്ചും മലബാറിൽ പ്രചരിപ്പിച്ച ആളാണ്. ആ കാലത്ത് തന്നെ നിളാതീരത്ത് എത്രയെത്രയോ എഴുത്തുകാരുണ്ടായി. OV വിജയൻ തൊട്ടുള്ള ആധുനിക എഴുത്തുകാരുടെ നിര. M സുകുമാരനും OV വിജയനും പഴയ മലബാറിൽ പാലക്കാട്ടും അരീക്കോട്ടുമായിട്ടാണ് വിജയൻ്റെ ജീവിതം. പാലക്കാട്ട് ചിറ്റൂരായിരുന്നു സുകുമാരൻ. അതിനു മുമ്പ് തന്നെ VT ഭട്ടതിരിപ്പാടിനെ പോലുള്ള മഹാരഥന്മാരായ സാമൂഹ്യ പരിഷ്കർത്താക്കൾ, K ദാമോദരനെ പോലുള്ള ലോകപ്രശസ്തരായ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികന്മാർ, EMS നമ്പൂതിരിപ്പാടിനെ പോലെ ലോക കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിലേക്ക് വളർന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തിക നേതാവ്, ഇവരൊക്കെ മലബാറിൻ്റെ ഭാഗം വരുന്നവർ എഴുത്തുകാർ കൂടിയായിരുന്നു. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച KP കേശവമേനോൻ വെറും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനായിരുന്നില്ല, അദ്ദേഹം എഴുത്തുകാരനായിരുന്നു. അപ്പോൾ എഴുത്തും രാഷ്ട്രീയവും കലർന്ന ഒരു പാരമ്പര്യം ആധുനിക കാലത്ത് മലബാറിൽ ശക്തിപ്പെട്ട് കാണാം. ചെറുകാടിനെ പോലെ ഒരാൾ, ചെറുകാട് രാഷ്ട്രീയക്കാരനുമായിരുന്നു, എഴുത്തുകാരനുമായിരുന്നു. ദേവലോകം, നമ്മളൊന്ന്, മുത്തശ്ശി പോലുള്ള ചെറുകാടിൻ്റെ കൃതികൾ ലോകപ്രശസ്തങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. മലയാളത്തിലാണ് എഴുതിയത് എന്നുള്ളത് കൊണ്ട് വേണ്ടത്ര അത് ശ്രദ്ധിക്കപ്പെടാതെ പോയി എന്നും വേണമെങ്കിൽ പറയാം. കുറേ കൂടി ശ്രദ്ധിക്കപ്പെടേണ്ട കൃതികളായിരുന്നു. ആ കാലത്ത് തന്നെയാണ് PSV നാട്യസംഘം ഉണ്ടായത്. കോട്ടക്കൽ പാരമ്പര്യം വൈദ്യത്തിൻ്റേത് മാത്രമല്ല, കവികുല ഗുരു PV കൃഷ്ണവാര്യർ കവിയായിരുന്നു. കവനകൗമുദി നടത്തിയിരുന്ന ആളാണ്. നന്ദനാര് ആ കാലത്ത് തന്നെ നിളാതീരത്ത് അങ്ങാടിപ്പുറത്ത് ഉണ്ടായ എഴുത്തുകാരനാണ്. ഇങ്ങനെ നോക്കിയാൽ മലയാളത്തിൻ്റെ മധ്യകാലം തൊട്ട് വളർന്ന് വികാസം പ്രാപിച്ച എല്ലാ ധാരകൾക്കും മലബാർ ഒരു കേന്ദ്രമായിരുന്നു എന്ന് കാണാം. അതിലൊരു പ്രധാനപ്പെട്ട കവി 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മോയിൻകുട്ടി വൈദ്യരാണ്. മഹാകവി മോയിൻകുട്ടി വൈദ്യർ എന്ന് തന്നെയാണ് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പറയാറുള്ളത്. എഴുത്തച്ഛനും പൂന്താനത്തിനും കുഞ്ചൻ നമ്പ്യാർക്കും ശേഷം, ചെറുശ്ശേരിക്ക് ശേഷം ഒരു സവിശേഷമായ കാവ്യധാരയാണ് മോയിൻകുട്ടി വൈദ്യർ മലബാറിൽ തുടങ്ങി വെച്ചത്. മലബാറിൽ മാപ്പിളപ്പാട്ട് കവികളുടെ വലിയ നിരയുണ്ടായിരുന്നു. പുലിക്കോട്ടിൽ ഹൈദർ, ഷുജായി എന്ന കുളങ്ങര വീട്ടിൽ മൊയ്തു മുസ്ലിയാർ, ചാക്കീരി, കുണ്ടിൽ കുഞ്ഞാമിന തുടങ്ങി ചേറ്റുവായി പരീക്കുട്ടി സാഹിബ് വരെയുള്ള ഒരുപാട് മാപ്പിളപ്പാട്ട് കവികളുണ്ട്. അതിൽ മഹാകവി എന്ന പദത്തിന് എന്നും അർഹനായ ഒരാൾ മോയിൻകുട്ടി വൈദ്യരാണ്. മോയിൻകുട്ടി വൈദ്യർ അക്കാലത്ത് മലബാറിൽ നിലനിന്നിരുന്ന സവിശേഷമായ മാപ്പിള മലയാളവും ചെന്തമിഴും സംസ്കൃതവും മലയാളവും ചേർന്ന ഒരു സവിശേഷ ഭാഷയിലാണ് അറബി മലയാള ഗാന ശാഖയ്ക്ക് തുടക്കം കുറിച്ചത്. തുടക്കം കുറിച്ച അദ്ദേഹമല്ല, അതിനു മുമ്പ് സക്കും പടപ്പാട്ട്, കോഴിക്കോട് വലിയ ഖാലി മുഹമ്മദ് എഴുതിയ മൊഹീദ്ദീൻ മാലയൊക്കെ ഉണ്ടായിട്ടുണ്ട്. മൊഹീദ്ദീൻ മാല തൊട്ടാണ് തുടങ്ങേണ്ടത്. എഴുത്തച്ഛൻ അധ്യാത്മരാമായണം കിളിപ്പാട്ട് എഴുതുന്നതിൻ്റെ കാലത്ത് ഒരു 5-8 കൊല്ലം മുമ്പ് മൊഹീദ്ദീൻ മാല പുറത്തു വന്നിട്ടുണ്ട്. 2 കൃതിയിലും പ്രധാനമായി ഉപയോഗിച്ച വൃത്തം ഒന്നാണെന്ന് ഇപ്പോൾ നമുക്ക് വിലയിരുത്തിയാൽ മനസ്സിലാകും. വലിയ ഖാലി മുഹമ്മദ് മൊഹീദ്ദീൻ മാലയിലെ വൃത്തം പറഞ്ഞിട്ടില്ല. ഓടും പുഴയോടും ഒഴുകുന്ന ആറോടും പോരും അതെന്നോരെ പോരിച്ചു കൊണ്ടോവർ, കനിയില്ലാ കാലം കനിയെ കൊടുത്തോവർ, കരിഞ്ഞ മരത്തിന്മേൽ കായ നിറച്ചോവർ. ഇതാണ് മുഹീദ്ദീൻ മാലയിലെ, വലിയ ഖാലി മുഹമ്മദിന്റെ മുഹീദ്ദീൻ മാലയിലെ വൃത്തം. വലിയ ഖാലി മുഹമ്മദും എഴുത്തച്ഛനും തമ്മിൽ കണ്ടിട്ടില്ല. പക്ഷേ
എഴുത്തച്ഛൻ പ്രധാനമായി ഉപയോഗിച്ച കാകളി വൃത്തം ഈ വൃത്തത്തോട് ബന്ധപ്പെട്ടതാണ്. നാളെ പുലർകാലേ പോകുന്നതുണ്ട് ഞാൻ നാളീക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ. ഇത് നമുക്ക് മൊഹീദ്ദീൻ മാലയുടെ ഇണത്തിൽ ചൊല്ലാം. നാളെ പുലർകാലേ പോകുന്നതുണ്ട് ഞാൻ നാളിക നേത്രനെ കൊണ്ടിങ്ങ് പോരുവാൻ. തിരിച്ചു മൊഹീദ്ദീൻ മാല വരികളും ചൊല്ലാം. നാളെ പുലർകാലേ പോകുന്നതുണ്ട് ഞാൻ നാളിക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ. ഞാൻ പറഞ്ഞു വന്നത് മധ്യകാല കവിതയുടെ തുടക്കത്തിൽ ഭാഷ ഉണ്ടാകുന്ന കാലം തൊട്ട് തന്നെ പരസ്പര ബന്ധിതമായിട്ടാണ് മതാതീതമായ ഒരു ഭാഷാ സംസ്കാരത്തിൻ്റെ ആത്മീയതയാണ് മലബാറിൽ പ്രചരിച്ചു വന്നത്. അതിൻ്റെ ഭാഗമാണ് മോയിൻകുട്ടി വൈദ്യർ. മോയിൻകുട്ടി വൈദ്യർ അറബി മലയാളത്തിലാണ് എഴുതിയത്. അറബി മലയാളം എന്ന് പറഞ്ഞാൽ അറബി ലിപി ഉപയോഗിച്ച് മലയാള ഭാഷ എഴുതുന്നതാണ്. അന്ന് സവർണരൊഴിച്ച് ബാക്കി ആർക്കും പഠിക്കാൻ അവസരമില്ല. അതുകൊണ്ട് മലയാളം എഴുതി പഠിക്കാനൊന്നും മുസ്ലിം സമൂഹങ്ങൾക്ക് പറ്റിയിരുന്നില്ല. പക്ഷെ അവർ ജീവിച്ച നാട്ടിലെ ഭാഷ മദ്രസയിൽ നിന്ന് പഠിച്ച അറബി ലിപി ഉപയോഗിച്ച് എഴുതിയതാണ് അറബി മലയാളം. അതിലാണ് മോയിൻകുട്ടി വൈദ്യർ ഖാജ മൊയിനുദ്ദീൻ്റെ ഒരു പേർഷ്യൻ നോവലിനെ അടിസ്ഥാനമാക്കി ബദറുൽ മുനീറിൻ്റെയും ഹുസ്നുൽ ജമാലിൻ്റെയും പ്രണയകഥ എഴുതിയത്. അതിലെ പല ഇശലുകളും അറബി വൃത്തശാസ്ത്രങ്ങളോട് നേരിട്ട് ബന്ധപ്പെട്ടതാണ്. മലയാളത്തിൽ ആദ്യമായൊരു സവിശേഷ താളവഴക്കം അദ്ദേഹം അതിലൂടെ സമ്മാനിച്ചു. തടകി മണ്ണത്തെ സമയത്തിൽ ഉടനവനെത്തി മനതുള്ളിൽ സരസിജ മുറ്റേ മധുരത്തേൻ ഹുസ്നുൽ ജമാല അവളുടെ തരമഹ്തൊക്കെ മറന്നിട്ടും എന്നെ തുടഹാലാൽ. അതിനു മുമ്പ് മലയാളത്തിൽ ഇങ്ങനൊരു താളവഴക്കമില്ല. കണ്ടാറക്കട്ടും വെണ്ടരുളൊത്തക്കത്തുണ്ടതിലുണ്ടാനേ ഒരുത്തി കഹനിലുദിത്ത ഖമർ പോൽ മുഖം കത്തി ലങ്കി മാറിന്താനേ. ഇങ്ങനെയൊരു താളവഴക്കം മലയാളത്തിലില്ല. മോയിൻകുട്ടി വൈദ്യരാണ് നമുക്ക് ഇങ്ങനൊരു താളവഴക്കം തരുന്നത്. ഒയ്യേ എനിക്കുണ്ട് പയ്യല് പീറായത്തിൽ ഒത്തൊരു മീത്ത് കളിത്തും കൊണ്ട് ഒരുവൻ ഉറ്റൊരു വാക്ക് ഞാൻ തെറ്റിടാതെ അയ്യവൻ നാമത്തെ മൊയ്യും സൈനു തുജർ ആമേയൻ നാമം നസീമത്തെൻറും നാങ്കൾക്കാശേയും വൻ വിശ്വാസം തന്നിൽ. ഈ ഒരു ഈണവും ഒരർത്ഥത്തിൽ മോയിൻകുട്ടി വൈദ്യർ നമുക്ക് സമ്മാനിച്ചതാണ്. പൂമകളാണ് ഹുസ്നുൽ ജമാൽ പുന്നാരെ താളം മികന്റെ ബീവി ഹേമങ്ങൾ മീതെ മണിച്ചിത്തിരം ആഭരണ കോവയണിന്റെ ബീവി. ഈശൽ നമ്മുടെ മാവേലിപ്പാട്ടുമായിട്ട് ബന്ധമുള്ളതാണ്. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. അങ്ങനെ ഈശ്വരൻ ചൊല്ലാം. പൂമക്കളാണ് ഹുസ്നുൽ ജമാൽ പുന്നാരെ താളം മികന്റെ ബീവി. ഞാൻ പറഞ്ഞു വന്നത് ആ കാലം തൊട്ട് തന്നെ മതാതീതമായ ഒരു പാരസ്പര്യത്തിലാണ് മലബാറിലെ സാഹിത്യം നിലനിന്നിട്ടുള്ളത്. അത് അറബി മലയാള ഗാന സാഹിത്യമായാലും മലയാളമായാലും സംസ്കൃതമായാലും ഒരേ സമയത്ത് സാഹിത്യത്തിൻ്റെ ആത്മീയതയെ, കലയുടെ ആത്മീയതയെ ഉദ്ഘാടനം ചെയ്തു. ഉറൂബ് എഴുതിയ അതിപ്രശസ്തമായ നോവലാണ് സുന്ദരികളും സുന്ദരന്മാരും. അതിൽ ഇരുമ്പൻ ഗോവിന്ദൻ നായർ എന്നൊരാൾ മതം മാറി സുലൈമാനാകുന്ന ഒരു ഭാഗമുണ്ട്. അയാൾ കല്ലായിയിൽ പോയി കല്ലായിയിൽ മരച്ചാപ്പയിൽ ജോലി ചെയ്യുന്ന കാലത്ത് മരച്ചാപ്പയ്ക്കടുത്ത് ചായക്കച്ചവടം നടത്തിയിരുന്ന ഖദീജ എന്ന 2 കുട്ടികളുള്ള സ്ത്രീയെ കല്യാണം കഴിച്ച് ജീവിക്കുകയാണ്. സുലൈമാനായിട്ടാണ് ജീവിക്കുന്നത്, മതം മാറിയിരിക്കുന്നു. അപ്പോഴാണ് കല്ലായി പുഴയിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിച്ച ഒരാളെ ഇയാൾ സുലൈമാൻ രക്ഷിക്കുന്നത്. രക്ഷിച്ച ആളോട് വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ അയാൾ ഞെട്ടിക്കുന്ന ഒരു സത്യം മനസ്സിലാക്കുന്നു. താൻ ഗോവിന്ദൻ നായരായിരുന്ന കാലത്ത് തനിക്ക് തൻ്റെ പ്രണയിനിയിലുണ്ടായ മകനാണ് ഈ കടലിൽ ചാടി ചാവാൻ പോയ വിശ്വനാഥൻ. ഇപ്പോൾ അയാൾ സുലൈമാനാണ്, ഖദീജയുടെ കെട്ടിയോനാണ്. താൻ പണ്ട് ഗോവിന്ദൻ നായരായിരുന്നു എന്നും തനിക്കൊരു മകനുണ്ട് എന്നും ഖദീജയോട് പറഞ്ഞാലത്തെ സ്ഥിതി എന്താകും? അതീവ നാടകീയമായി ഉറൂബ് ഒരു രംഗം ഉണ്ടാക്കുന്നുണ്ട്. സത്യസന്ധനായതുകൊണ്ട് സുലൈമാൻ എല്ലാം ഭാര്യയോട് തുറന്നു പറഞ്ഞു.
ഭാര്യയുടെ സ്തോഭ വ്യത്യാസം കാണാൻ വേണ്ടി മുഖമുയർത്തിയപ്പോൾ അവൾക്കൊരു സ്തോഭ വ്യത്യാസവും ഇല്ല. സുലൈമാൻ ചോദിക്കും, ഖദീജ, നിനക്കിത് താങ്ങാൻ കഴിയോ? അതിന് ഖദീജ പറയുന്നൊരു മറുപടി ഉറൂബ് എഴുതിയിട്ടുണ്ട്, അതെന്ത് ചെയ്യുന്നു, എൻ്റെ 2 മക്കളെ നിങ്ങൾ പോറ്റുന്നില്ലേ, അപ്പോൾ നിങ്ങളുടെ മോൻ എൻ്റെ മോനും പാടെയല്ലേ? ആ നിമിഷത്തിലേതുപോലെ അത്രയും സുന്ദരിയായി അയാൾ ഒരിക്കലും ആ കുടുംബിനിയെ കണ്ടിട്ടില്ല എന്നുകൂടി ഉറൂബ് എഴുതുന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യസ്നേഹം വർദ്ധിതമാകുമ്പോൾ മനുഷ്യനിലുണ്ടാകുന്ന ചൈതന്യമാണ് സൗന്ദര്യമെന്ന് ഉറൂബ് ഉപദർശിച്ചു. മർത്യൻ സുന്ദരനാണ്, കാരണം ഉയിർക്കൊള്ളും വികാരങ്ങൾ തൻ നൃത്യത്തിന് മുതിർക്കുവാൻ സ്വയമണിഞ്ഞിട്ടോ ഒരരങ്ങാണവൻ. അത്യന്തം കമനീയമേ മഹിതമായാലും മറിച്ചാകിലും തൽഭാവങ്ങൾ അപൂർണമാണ് അളവുകോലെന്നുള്ള കാലം വരെ. ഇത് ഇടശ്ശേരിയുടെ വരികളാണ്. ഈ മനുഷ്യൻ്റെ സൗന്ദര്യം മതാതീതവും വിഭാഗീയതയ്ക്ക് അതീതവുമായ സ്നേഹത്തിൻ്റെ സൗന്ദര്യമാണ് എന്നാണ് മലബാർ സാഹിത്യം താരതമ്യേന പഠിപ്പിച്ചത്. മറ്റ് പ്രദേശങ്ങളിൽ അങ്ങനെ അല്ല എന്ന് ഞാൻ പറയുന്നില്ല. മലബാറിൻ്റെ ഒരു സവിശേഷ ധാര അതാണ്. ഗുണ്ടർട്ടും പേഴ്സി മക്യൂനും ഒക്കെയാണ് മിഷണറിമാരായി വന്ന് ഇവിടുത്തെ ഭാഷയ്ക്ക് കയ്യും കണക്കും ആദ്യം ഉണ്ടാക്കിയത്. ആദ്യത്തെ മലയാള നിഘണ്ടു ഗുണ്ടർട്ട് ജർമ്മൻ സാഹിബ് ഉണ്ടാക്കിയതാണ്. പേഴ്സി മക്യൂനും വില്യം ഡയസുമാണ് നമ്മുടെ പാട്ടുകൾ ശേഖരിച്ചത്. അങ്ങനെ മിഷണറിമാർ പ്രതിദാനം ചെയ്ത ക്രിസ്തുമതവും ഇസ്ലാമിൻ്റെ പ്രബലമായ ഒരു ധാരയും ഹൈന്ദവ സംസ്കാരവും കലർന്നതാണ് മലബാറിൻ്റെ സാഹിത്യം. അതിൻ്റെ ഏറ്റവും വലിയ സാക്ഷാത്കാരമാണ് MT വാസുദേവൻ നായർ. മലബാറിൽ 3 ജ്ഞാനപീഠം ലഭിച്ച പ്രദേശമാണ്. SK പൊറ്റക്കാടിനും MT വാസുദേവൻ നായർക്കും മഹാകവി അക്കിത്തത്തിനും. അതിൽ മഹാകവി അക്കിത്തവും MTയും ഒരു സ്കൂളിലാണ് പഠിച്ചത്, കുമരനെല്ലൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ. അങ്ങനൊരു പാരമ്പര്യമുണ്ട്. MTയിലേക്ക് എത്തുമ്പോഴേക്കും മാനവസ്നേഹത്തിൻ്റെ ഒരു അതിവിശുദ്ധമായ ഇതിഹാസ സ്വഭാവത്തിലേക്ക് ഭാഷയെയും സാഹിത്യത്തെയും മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചു. എഴുത്തച്ഛൻ്റെ പറമ്പിനെ, തുഞ്ചൻ പറമ്പിനെ ലോകോത്തരമായ സംസ്കാര കേന്ദ്രമാക്കുന്നത് MT ചെയർമാനായതിനു ശേഷമാണ്. അപ്പോൾ എഴുത്തച്ഛന് ശേഷം ഒരർത്ഥത്തിൽ മലബാറിൻ്റെ സംസ്കാര ചരിത്രത്തിൽ അതേ തെളിമയോടുകൂടി നാളെ നിലനിൽക്കാൻ പോകുന്ന ഒരാളാണ് MT. ഈ മതദ്വന്ദ്ങ്ങളെ ഇങ്ങനെ രചനകളിലൂടെ ഉറൂബും ഇടശ്ശേരിയും MTയും ഇടശ്ശേരി പറയുന്നുണ്ട്, 100% ഞാനൊരു ആര്യക്കൂറും കുടുമയുമുള്ള ഹിന്ദു, മാപ്പിളയെ നീ എന്നെ അലവിയെങ്കിൽ തോളിൽ കൈയിട്ട് നടന്നുകൊള്ളൂ, കാഫിറെന്ന് എന്നെ വിളിച്ചുകൊള്ളൂ, കാതുകുത്താതെ കഴിഞ്ഞുകൊള്ളൂ, 100% മുസ്ലിം ധർമ്മക്കൂറും പെരുമയും വെച്ചു പോറ്റു, നമ്മൾക്ക് മുന്നോട്ട് പോയി നന്മയോ തിന്മയോ നേടാം ഒപ്പം, കൂറും പൊരുത്തവും ഒത്ത നമ്മൾ തോളിൽ കൈയിട്ടേ നടന്നുകൂടൂ. ഇതൊക്കെ മലബാറിൻ്റെ സാഹിത്യത്തിൻ്റെ മതേതര മാനവിക ദർശനമാണ്. മാധവക്കുട്ടി എന്ന കമലാദാസ് 2 മതത്തിൽ ജീവിച്ചും കാണിച്ചു തന്നു. അവർ കമലാസുരയായും ജീവിച്ചു. അപ്പം ഞാൻ പറയുക, മലബാറിൻ്റെ സാഹിത്യം സത്യത്തിൽ മതാതീതമായ ഒരു ജീവിത ചരിത്രത്തെ രേഖപ്പെടുത്തി തന്നു. അതിൽ മാപ്പിളപ്പാട്ട് കവികൾക്കും സംസ്കൃത കവികൾക്കും മിഷണറിമാർ വളർത്തിക്കൊണ്ടുവന്ന ഭാഷയ്ക്കും, മിഷണറിമാരുടെ സ്കൂളുകൾ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുണ്ടായിരുന്നത് മലബാറിലാണ്. കാരണം ബ്രിട്ടീഷ് മലബാർ നേരത്തെ രാജ്യാധികാരത്തിൽ നിന്ന് മോചിതമായി. 100-200 കൊല്ലം ബ്രിട്ടീഷ് മലബാറായിരുന്നു. ആ കാലത്ത് മിഷണറിമാരാണ് അവിടെ 150-200 കൊല്ലം മുമ്പ് സ്കൂളുകൾ സ്ഥാപിച്ചത്. അപ്പം മിഷണറിമാരുണ്ടാക്കിയെടുത്തൊരു മലയാളമുണ്ട്. മലബാറിൻ്റെ തൊട്ടയൽവക്കത്താണ് അർണോസ് പാതിരി വന്ന് താമസിച്ചത്, വേലൂർ എന്ന സ്ഥലത്ത്. അർണോസ് പാതിരിയാണ് പുത്തൻപാന എഴുതിയത്. മലബാറിലെ 3 കൃതികൾ, അധ്യാത്മരാമായണം, കിളിപ്പാട്ട്, ഹിന്ദു സമൂഹങ്ങളിൽ നിത്യപാരായണം ചെയ്തിരുന്നു. വലിയ ഖാദി മുഹമ്മദിൻ്റെ മൊഹീദ്ദീൻ മാല മുസ്ലിം ഭവനങ്ങളിൽ നിത്യപാരായണം ചെയ്തിരുന്നു. അർണോസ് പാതിരിയുടെ പുത്തൻപാന ക്രിസ്ത്യൻ ഭവനങ്ങളിൽ നിത്യപാരായണം ചെയ്തിരുന്നു. ഞാനിത് മതപരമായിട്ട് പറയാനല്ല, സാഹിത്യത്തെ മതാതീതമായ ഒരു തലത്തിലേക്ക് മധ്യകാലം മുതൽ വളർത്തിക്കൊണ്ടുവന്ന ഒരു സംസ്കാരം മലബാറിനുണ്ട്. ഗോവിന്ദനെ പോലെ ഒരു വലിയ ദിഷണാശാലി, മുമ്പേ നടന്നവൻ ഗോവിന്ദൻ എന്ന് പറയും. ഒരുപക്ഷെ ഗോവിന്ദനാണ് മലയാള ചിന്തയ്ക്ക് സാർവലൗകിക മാനം നൽകിയത്. MN റോയിയുടെ റാഡിക്കൽ ഹ്യൂമനിസത്തിൻ്റെ സാംസ്കാരിക രൂപമായ നവമാനവികത പൊന്നാനി സാഹിത്യത്തിൽ പ്രചരിപ്പിച്ചതിൽ ഗോവിന്ദന് വലിയ പങ്കുണ്ട്. ഇടശ്ശേരിയുടെ കാര്യം ഞാൻ പറഞ്ഞു. കടവനാട് കുട്ടികൃഷ്ണനെ പോലുള്ള കവികൾ അതിൻ്റെ ധാരയിൽ വന്നതാണ്. അക്കിത്തവും നേരത്തെ പറഞ്ഞ നന്ദനാരെ പോലെ തന്നെ രാജലക്ഷ്മി അവിടെ ഉണ്ടായിരുന്നു. വടക്കേ മലബാറിൽ എത്രയോ എഴുത്തുകാർ, പുതിയ കാലത്ത് വളരെ പ്രഗത്ഭരായി തീർന്ന എത്രയോ എഴുത്തുകാർ, M മുകുന്ദനെ പോലെ, പുനത്തിൽ കുഞ്ഞബ്ദുള്ളയെ പോലെ, CV ബാലകൃഷ്ണനെ പോലെ മലബാറിൻ്റെ ചരിത്ര
സാഹിത്യത്തിന് വലിയ തോതിൽ ആധുനികത സമ്മാനിച്ച എത്രയോ പുതിയ എഴുത്തുകാർ മലബാറിലുണ്ടായി. അവരെക്കുറിച്ചൊന്നും ഞാൻ ഇപ്പോൾ വിസ്തരിക്കുന്നില്ല. മലബാറിൻ്റെ സാഹിത്യം മറ്റു പലരും ധരിച്ചതുപോലെയല്ല. അത് മതാതീതവും മാനവികവുമായ ഒരു സംസ്കാരധാരയാണ് പണ്ട് കാലം മുതൽ പ്രതിനിധാനം ചെയ്തിട്ടുള്ളത്. അത് ജനസംസ്കാരത്തിൻ്റെ കാലം മുതൽക്ക് തന്നെ അങ്ങനെയാണ്. ഈ കുറത്തിപ്പാട്ടെന്ന് പ്രസിദ്ധമായ ഒരു വൃത്തം എല്ലാ സമുദായത്തിലെ പാട്ടുകളും ഉൾക്കൊണ്ടതാണ്. ശ്രീഭുവനം നാടുതോറും നാടു നല്ല ദേശം, കന്നിമുന്നം നാട്ടിലെ പിറന്നൊരു പുറത്തി, വിഷ്ണുവിങ്കൽ ഭക്തിയോടെ വിശ്വസിച്ചോരു തൻ ഭക്തനായ നൽകുറവൻ വീട്ടുകൊണ്ടവളെ. ഇതേ വൃത്തത്തിലാണ് കുറത്തി ഞാനും ഒന്നു പെറ്റാൽ 10 പെറ്റ മേനി, ഫാത്തിമാബി 10 പെറ്റാൽ 1 പെറ്റ മേനി. മാപ്പിളപ്പാട്ട. ചിലെന്നും ചിലെന്നും കാൽപദത്തിൻ്റോശ, ഓശ കേട്ടി മാമലിയാർ പിന്തിരിഞ്ഞു നോക്കി. അതങ്ങനെയല്ല ചൊല്ലുന്നത്. ചിലെന്നും ചിലെന്നും കാൽപദത്തിൻ്റോശ, ഓശ കേട്ടി മാമലിയാർ പിന്തിരിഞ്ഞ് നോക്കി. കേൾക്കുമ്പോൾ വ്യത്യസ്തമാണ്, രണ്ടായി തോന്നാം. മലബാറിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കരോൾ സോങ്, ക്രിസ്മസ് കരോൾ സോങ്, കാലിത്തൊഴുത്തിൽ പിറന്നൊരീശൻ ഏഴയ്ക്കു നാഥനാമേശുദേവൻ, മാവേലിപ്പാട്ടിൻ്റെ ഇണത്തിലാണ്. ഇങ്ങനെ ഓരോ പാട്ടും വിസ്തരിച്ചാൽ നമുക്ക് അത് പലതായി കാണപ്പെടുന്ന ഒന്നാണ് എന്ന ഒരു അടിസ്ഥാന സംസ്കാരത്തിലെത്താൻ പറ്റും. ഇപ്പം മലബാർ സാഹിത്യത്തിൽ ഞാൻ കാണുന്നൊരു കാര്യം, പലതായി കാണപ്പെടുന്ന ബഹുസ്വരമായ പ്ലൂരാലിറ്റി കാണിക്കുന്ന സംസ്കൃതിയുടെ വിവിധ ഘടകങ്ങളെ അടിസ്ഥാനപരമായ ഏകത്വത്തിലേക്ക് സാഹിത്യം കൊണ്ട് നേരത്തെ മലബാർ സാഹിത്യ ചരിത്രത്തിന് സംയോജിപ്പിക്കാൻ സാധിച്ചു. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായൊരിണ്ടലിഹ മിണ്ടാവതല്ല മമ എന്ന് തുഞ്ചത്താചാര്യൻ ഹരിനാമകീർത്തനത്തിൽ പറയുന്നുണ്ട്. ഒന്നായതിനെയൊക്കെ രണ്ടാക്കിയതാണ്, പലതാക്കിയതാണ് നമ്മുടെ ദുഃഖങ്ങൾക്കൊക്കെ കാരണം. പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കിൽ. ഈ ഒരു പ്രാർത്ഥനയാണ് ഞാൻ മലബാർ സാഹിത്യത്തിൻ്റെ അടിസ്ഥാന ശ്രുതിയായിട്ട് മനസ്സിലാക്കുന്നത്. പലതായി ബഹുസ്വര സൗന്ദര്യമാർന്ന് പ്രകാശിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഇരിക്കെ തന്നെ സത്താപരമായി ഒന്നാണ് നമ്മുടെ സംസ്കൃതി എന്ന് മലബാറിലെ സാഹിത്യത്തെ സൂക്ഷ്മമായി വായിച്ചാൽ മനസ്സിലാവും. അതുതന്നെയാണ് മറ്റു പ്രദേശങ്ങളിലെ സാഹിത്യത്തിലുള്ളത്. പക്ഷേ ഞാൻ മലബാറിനെ കുറിച്ച് സവിശേഷമായി ചിന്തിച്ചതുകൊണ്ട് ഇങ്ങനെ ഒരു വിലയിരുത്തൽ തീർച്ചയായും വളരെ പ്രസക്തമായി വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുകൂടി പറഞ്ഞ് വെക്കുകയാണ്.